പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായി യെശയ്യാ പ്രവചനം 45-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഞാൻ വായിക്കും. ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളയുകയും ചെയ്യും. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നമ്മുടെ ദൈവം ആരാണ്. യെശയ്യാ പ്രവാചകൻ പ്രവചന ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ദൈവമാണ്. സ്തോത്രം. ആരാണ് നമ്മളുടെ ദൈവം? നമ്മുടെ മുൻപിലുള്ള സകല ദുർഘടങ്ങളെയും സകല പ്രതികൂലങ്ങളെയും സകല പ്രയാസങ്ങളെയും മാറ്റുന്നവനത്രേ ദൈവം. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഇന്ന് മാനുഷികമായ നിലയിൽ മുൻപിലുള്ള തടസ്സങ്ങൾ മാറ്റുവാൻ, ചില മലകൾ ഇടിച്ചു മാറ്റുവാൻ, പർവ്വതങ്ങൾ ഇടിച്ചു മാറ്റുവാൻ, വഴികളൊക്കെ നിരപ്പാക്കുവാൻ പലവിധമായ സംവിധാനങ്ങൾ ഇന്നുണ്ട്. എന്നാൽ അതിനേക്കാട്ടിലും വളരെ ദുർഘടമായ അനുഭവമാണ് മനുഷ്യരായ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ചില പൈശാചിക പോരിൻ്റെ ചില ശക്തി. നമ്മുടെ മുൻപിൽ തടസ്സമായി നിൽക്കുന്ന ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. അത് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണുവാൻ ചിലതൊക്കെ കഴിയുകയില്ലെങ്കിലും നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്കത് തടസ്സമായി നമ്മുടെ മുൻപിൽ വെളിപ്പെട്ട് വരാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് അതിനെ അതിജീവിപ്പാനായിട്ട് സാധിക്കുന്നത്? ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മരുഭൂമിയുടെ യാത്രയിൽ ദൈവശബ്ദം കേട്ടവരിറങ്ങി മോശയുടെ നേതൃത്വത്തിൽ യാത്ര പുറപ്പെടുമ്പോഴും എത്രയോ പ്രതിബന്ധങ്ങളാണ് അവരുടെ മുൻപിൽ വന്നത്. എത്രയോ പ്രയാസങ്ങളാണ് അവരുടെ മുൻപിൽ വന്നത്. മാനുഷികമായ ബുദ്ധി കൊണ്ട് മോശയ്ക്ക് ആ പ്രതിബന്ധങ്ങളെ മാറ്റുവാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ പ്രതിബന്ധങ്ങളുടെ നടുവിൽ മോശ ചെയ്തത് മുട്ടുകളെ മടക്കി ദൈവത്തോട് ആലോചന ചോദിച്ചു. ആലോചന കേട്ട മോശയാണ് ജനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന തടസ്സങ്ങളെ എങ്ങനെ പരിഹരിക്കുവാൻ, എങ്ങനെ അതിനെ ഓവർകം ചെയ്യുവാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ മോശ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ തുടങ്ങി. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവം ആരാണെന്ന് ഇന്ന് പകൽ വേളയിൽ നാം ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മുൻപിൽ വരുന്ന സകല ദുർഘടങ്ങളെയും ദൈവം മാറ്റി നൽകും. സ്തോത്രം. നമുക്കത് പക്ഷെങ്കിൽ അത് വലിയൊരു ഭാരമായി നമുക്ക് തോന്നാം. ചില സങ്കടങ്ങൾ നമുക്ക് വലിയൊരു ഭാരമായി തോന്നാം. ചില സ്ത്രീകൾ യേശുക്രിസ്തുവിന്റെ കല്ലറയിലേക്ക് അടക്കം ചെയ്ത, യേശുവിന്റെ ശരീരം അടക്കം ചെയ്ത കല്ലറയിലേക്ക് പോകുമ്പോൾ അവരുടെ മുൻപിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു, നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി നീക്കും? ഇതുപോലെയുള്ള ഒരുപാട് പ്രതിബന്ധങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ ആത്മീക ജീവിതത്തിലും നമ്മുടെ ശുശ്രൂഷാ മേഖലകളിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ബിസിനസ് മേഖലയിലൊക്കെ ഒരുപാട് പ്രതിബന്ധങ്ങൾ നാം അറിയാതെ വന്നു കയറാറുണ്ട്. പക്ഷെ ഈ പ്രതിബന്ധങ്ങളെ നമുക്ക് അതിജീവിപ്പാനായി നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് കഴിയുകയില്ല. എന്നാൽ ബുദ്ധിയേക്കാൾ പൗലോസ് പറയുന്നു, ബുദ്ധിയുടെ പ്രമാണമല്ല, ആത്മാവിന്റെ പ്രമാണമാണ് ഈ പ്രതികൂലങ്ങളെ അതിജീവിപ്പാൻ നമ്മളെ സഹായിക്കുന്നത്. മാനുഷിക ബുദ്ധികൾക്ക് പലപ്പോഴും മാനുഷിക ബുദ്ധി കൊണ്ട് നാം ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും തോൽവിയിലേക്ക് പോകുമ്പോൾ ആത്മാവിന്റെ ജീവനുള്ള ദൈവത്തിന്റെ ആ ശക്തി കൊണ്ട് നേരിട്ട് മുൻപോട്ട് പോകുന്ന സകല പ്രതികൂലങ്ങളിൽ നമുക്ക് ജയം നൽകുവാൻ സാധിക്കും. നമ്മുടെ ദൈവം ദുർഘടങ്ങളെ മാറ്റുന്ന ദൈവമാണ്. നമ്മൾ എത്രയോ നാളുകളായി എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ചില വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിൽ വലിയൊരു പ്രതികൂലമായി നിൽക്കുകയാണ്. എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്കത് പരിഹരിക്കുവാൻ കഴിയുന്നില്ല. അനേക മേഖലകളിൽ നിങ്ങൾ സഹായത്തിനായി കടന്നുപോയി. പക്ഷേ അവിടെ ഒന്നും നിങ്ങൾക്ക് ആ പ്രതികൂലങ്ങളെ മാറുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങളുടെ ദുർഘടങ്ങളെ മാറ്റി നൽകും. നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളെ ദൈവം മാറ്റും. നിങ്ങളുടെ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീരിന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം നൽകും. നിങ്ങൾ ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഭാരപ്പെട്ട് കഴിഞ്ഞു നിൽക്കുന്നത്, ആ വിഷയത്തിന്മേൽ സ്വർഗം പ്രവർത്തിക്കാൻ പോകുക. പ്രതികൂലങ്ങൾ മാറ്റുന്ന ദൈവം, കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവം,
വേദനകളെ മാറ്റുന്ന ദൈവം. ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. യെശയ്യാവ് പ്രവചന ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ ജനമേ, നിങ്ങളുടെ മുൻപിലുള്ള സകല ദുർഘടങ്ങളെയും തീർത്തു തരുന്ന ഒരു നല്ല ദൈവമോ നിങ്ങളുടെ മുൻപിലുണ്ട്. ആ ദൂത് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഇവിടെ മുമ്പിൽ കൈമാറുകയാ. നിങ്ങളുടെ പ്രയാസങ്ങൾ എത്ര വലിയതായിക്കോട്ടെ, നിങ്ങളുടെ സങ്കടങ്ങൾ എത്ര വലിയതായിക്കോട്ടെ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ എത്ര വലിയതായിക്കോട്ടെ, പക്ഷെ എന്റെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. നിങ്ങളുടെ മുൻപിലുള്ള തടസ്സങ്ങളെ ദൈവം നീക്കാൻ പോകുകയാ. ദുർഘട മേടുകളെ മാറ്റാൻ പോകുകയാ. നിങ്ങളുടെ മുൻപിലുള്ള തടസ്സങ്ങളെ പൊടിച്ച് ഒരു പൗഡറാക്കത്തക്ക നിലയിൽ, അല്ലെങ്കിൽ ഒരു പൊടിയാക്കി തീർത്ത് നിങ്ങൾക്ക് മുൻപിൽ വഴി തുറന്നു തരുവാൻ ദൈവം ഇതാ കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ ജനത്തെ നടത്തിയ ദൈവമാണ് ഇന്ന് നമ്മെ നടത്തുന്നത്. ആകയാൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, നമ്മുടെ ദുർഘടങ്ങളെ ദൈവം മാറ്റും. ഇന്ന് പകൽവേളയിൽ നിങ്ങളുടെ മുൻപിലുള്ള സകല തടസ്സങ്ങളും ദൈവം മാറ്റും. ആ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.